ഹലോ, ഞാൻ ജോസ് തയ്യിൽ. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം KSEBയുടെ ഫിലമെൻറ്റ് രഹിത കേരളത്തെക്കുറിച്ചാണ്. KSEBയും എനർജി മാനേജ്മെൻറ്റ് സെൻ്ററോട് കൂടി സംയുക്തമായി നടപ്പിലാക്കുന്ന ഫിലമെൻറ്റ് രഹിത കേരള പദ്ധതിയിൽ നമ്മുടെ വീടുകളിലുള്ള നിലവിലുള്ള സാധാരണ ബൾബുകളും CFL ലാമ്പുകളും KSEB എടുത്ത് പകരം നമുക്ക് LED ബൾബുകൾ തരുന്നൊരു പദ്ധതിയാണ്. നമുക്കറിയാം, ഊർജം സംരക്ഷിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് സാധാരണക്കാരായ എല്ലാ മനുഷ്യർക്കും അറിയാം. എനർജി നമ്മളിനി സേവ് ചെയ്തില്ലെങ്കിൽ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് വലിയ പ്രതിസന്ധിയെ നമ്മൾ നേരിടേണ്ടി വരും. അതിനുവേണ്ടി ഊർജം സംരക്ഷിക്കാൻ വേണ്ടി പുതിയ സാങ്കേതിക വിദ്യയുടെ ഇടപെടലുകൾ നടത്തിയേ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് LED ബൾബുകൾ ഡിപ്പാർട്ട്മെൻറ്റ് തോറും ഇന്ന് വിതരണം ചെയ്തു വരുന്നത്. ഈ സ്കീമിൽ 20 LED ബൾബുകളാണ്, 9 വോൾട്ടുള്ള 20 LED ബൾബുകളാണ് നമുക്ക് നൽകുന്നത്. എന്താണ് ഈ LED ബൾബുകളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ കത്തിക്കിടക്കാറുള്ള, മുഴുവൻ സമയം കത്തിക്കിടക്കുന്ന 0 വാട്ട് എന്ന് പറയുന്ന ബൾബ്, അത് 15 വാട്ടേജ് മുതൽ 28 വോൾട്ടേജ് വരെ കറണ്ട് വലിക്കുന്ന ഒരു ബൾബാണ്. സാധാരണ 0 വാട്ട് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഒരു ബൾബ് ഒരു ദിവസം മുഴുവൻ കത്തിച്ചിടുകയാണെങ്കിൽ 2 മാസത്തേക്ക് ബില്ല് വരുമ്പോൾ ഏതാണ്ട് 21.6 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ചിലവാകും. എന്നാൽ ഇതിന് പകരം ഒരു LED 0 വാട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വൈദ്യുതി ഉപയോഗം 1.5 യൂണിറ്റായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അതായത് ഒരു വൈദ്യുതി ബില്ല് വരുമ്പോൾ ഏതാണ്ട് 20 യൂണിറ്റ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നു. വലിയ ഒരു കറണ്ട് ചാർജ് നമുക്കവിടെ കുറയ്ക്കാൻ സാധിക്കും. ഒരു 0 വാട്ട് ബൾബ് നമ്മുടെ വീട്ടിൽ ഫുൾ ടൈം കത്തിക്കിടക്കുന്നത് കണക്കാക്കിയാൽ ആ സ്ഥാനത്ത് 5 CFL ബൾബുകൾ അല്ലെങ്കിൽ 8 LED ബൾബുകൾ നമുക്ക് ആ 0 വാട്ട് ബൾബിൻ്റെ കറണ്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇന്നത്തെ ടെക്നോളജി പ്രകാരമുള്ള LED 0 വാട്ട് ആണെങ്കിൽ 45 LED 0 വാട്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു 0 വാട്ട് ബൾബിൻ്റെ കറണ്ട് കൊണ്ട് നമുക്ക് കത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ, നമ്മുടെ വീടുകളിലുള്ള എല്ലാ സാധാരണ ബൾബുകളും അതോടൊപ്പം തന്നെ CFL ലാമ്പുകളും ഒഴിവാക്കി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നൽകുന്ന LED ബൾബുകൾ വാങ്ങിച്ച് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു പ്രത്യേകത, സാധാരണ ബൾബുകൾക്ക് 10% പ്രകാശവും 90% ചൂടുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 1000 മണിക്കൂറാണ്. എന്നാൽ CFL ലാമ്പ് ഇപ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് 60% പ്രകാശവും 40% ചൂടുമാണ് നമുക്ക് ലഭിക്കുക. അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 8000 മണിക്കൂർ മുതൽ 10000 മണിക്കൂർ വരെയാണ്. പക്ഷേ അതിനൊരു ഡീമെരിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ആ വെളുത്ത കളറിൽ കാണുന്ന മെർക്കുറിയാണ്. ഇത് സാധനമാണ്. അത് മുറിവിൽ പറ്റിയാൽ അസുഖം പിടിക്കാനും ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ അതുകൊണ്ടുണ്ടാകുകയാണ്. അതുകൊണ്ട് CFL ലാമ്പിനെയും നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു വാങ്ങി നിങ്ങൾക്ക് LED ബൾബുകൾ നൽകുകയാണ്. LED ബൾബിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 80% പ്രകാശവും 20% ചൂടുമേ നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ചൂടെടുക്കുന്ന ഈ കാലാവസ്ഥയിൽ ഈ LED ബൾബ് നമ്മുടെ മുറിക്കുള്ളിൽ ചൂട് കൂട്ടില്ല, ചൂട് കുറച്ചേ കൊണ്ടുവരും. ഏതാണ്ട് 50000 മണിക്കൂറോളം ഇതിന് ആയുസ് ഉണ്ടെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു ചാർട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു 60 വോൾട്ട് ഓർഡിനറി ബൾബ് ഉപയോഗിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഒരു 14 വോൾട്ട് CFL ബൾബ് ഉപയോഗിച്ചാൽ, അതിന് പകരം ഇപ്പോഴത്തെ 7 വോൾട്ട് LED ബൾബ് ഉപയോഗിച്ചാൽ വരുന്ന കറണ്ടിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് ഈ ചാർട്ടിൽ നിങ്ങളൊന്ന് നോക്കുക. അതിൻ്റെ പ്രവർത്തന കാലമാണ് ആദ്യം കാണിക്കുന്നത്. ഒരു 60 വോൾട്ട് ഓർഡിനറി ബൾബിന് 1000 മണിക്കൂർ ആയുസാണ് ലഭിക്കുന്നതെങ്കിൽ 14 വോൾട്ട് CFL ബൾബിന് 8000 മണിക്കൂർ ആയുസുണ്ട്. ആ സ്ഥാനത്ത് ഒരു LED ബൾബിന് 50000 മണിക്കൂർ ആയുസുണ്ട്. 50000 മണിക്കൂറിന് വേണ്ട ബൾബ്, അതായത് ഇതിൻ്റെ ആയുസ് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ബൾബാണെങ്കിൽ 50 എണ്ണം വാങ്ങേണ്ടി വരും. CFL ആണെങ്കിൽ 7 എണ്ണം വാങ്ങേണ്ടി വരും. ഒരു LED ആണെങ്കിൽ 1 എണ്ണം മതി. ഇനി ഇതിൻ്റെ വില തന്നെ നോക്കുക. 50 ബൾബുകൾക്ക് ഒരു 12 രൂപ പ്രകാരം 600 രൂപ നിങ്ങൾക്ക് മുടക്കേണ്ടി വരുമ്പോൾ, CFL ആണെങ്കിൽ ഒരു 7 എണ്ണത്തിന് 130 രൂപ റേഞ്ചിൽ ഒരു 910 രൂപ മുടക്കേണ്ടി വരുമ്പോൾ, ഇന്നൊരു LED ബൾബിന് നിങ്ങൾക്ക് കടയിൽ നിന്ന് 100 രൂപയ്ക്കും കിട്ടുമെന്ന് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ആ LED ബൾബാണ് നിങ്ങൾക്ക് 65 രൂപയ്ക്ക് തരുന്നത്.
ഇത് 50,000 മണിക്കൂർ പ്രവർത്തിക്കുന്നതിനുള്ള ഊർജ്ജം കൂടെ നമ്മൾ കണക്കാക്കിയാൽ ഏതാണ്ട് 3000 യൂണിറ്റോളം കറണ്ട് ഈ 60 വോൾട്ട് വലിക്കുമ്പോൾ CFL ആണെങ്കിൽ നിങ്ങൾക്ക് 700 യൂണിറ്റായിട്ട് ഇത് കുറയും. LED ആണെങ്കിൽ അത് 350 യൂണിറ്റായിട്ട് കുറയും. ഇനി അതിൻ്റെ വില ഒരു 2 രൂപ 80 പൈസ വെച്ച് സർക്കാർ നിങ്ങൾക്ക് സബ്സിഡി റേറ്റിൽ വീട്ടിൽ തരുമ്പോൾ ഒരു സാധാരണ ബൾബ് നിങ്ങളുടെ വീട്ടിൽ 50,000 മണിക്കൂർ കത്തുമ്പോൾ 8,400 രൂപ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ഒരു CFL ലാമ്പിന് നിങ്ങളുടെ വീട്ടിൽ 1,960 രൂപയുടെ കറണ്ട് ആകും. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന LED ബൾബുകൾക്ക് അത് 980 രൂപയായിട്ട് നിങ്ങൾക്ക് കുറയും. അങ്ങനെ ബൾബിൻ്റെയും അതേപോലെ ഊർജ്ജത്തിൻ്റെയും കൂടെ വില കണക്കാക്കിയാൽ ഒരു 60 വോൾട്ട് ബൾബ് 50,000 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 9,000 രൂപ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ചാർജ് വരുമ്പോൾ ഒരു CFL ലാമ്പ് നിങ്ങൾ 50,000 മണിക്കൂർ ഉപയോഗിച്ചാൽ 2,870 രൂപയായിട്ടത് കുറയും. ഇപ്പോൾ ആ CFL നമ്മൾ ബഹിഷ്കരിച്ചു. ഇപ്പോൾ പുതിയ ടെക്നോളജി ഉള്ള LED നമ്മൾ കിടക്കുകയാണ്. 1,080 രൂപയാൽ നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ചാർജ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിയുക, LED മാറാൻ നിങ്ങളൊക്കെ തയ്യാറാകുക. നിങ്ങൾക്ക് വലിയ ഒരു മാറ്റത്തിന് ഇത് കാരണമാകും. ഞാനിപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നെങ്കിൽ നിങ്ങൾ KSEBയുടെ ഓഫീസിൽ പോയി അവിടെ ഒരു ഫോം ഉണ്ട്, അത് പൂരിപ്പിച്ച് കൊടുത്താൽ അവരത് ഓൺലൈനിൽ അത് അപ്ലൈ ചെയ്തോളും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്നോ സൈറ്റിൽ കയറി നിങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ KSEBയുടെ സൈറ്റിൽ കയറി നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങൾക്കൊരു പാസ്വേഡും കൊടുക്കുക. ഒരിക്കൽ നിങ്ങൾ ലോഗിൻ എടുത്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ കറണ്ട് ബിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ് തന്നെ മതി ഇതിനും ഉപയോഗിക്കാം. അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ലോഗിനും ഒരു പാസ്വേഡും കൊടുത്ത് അത് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് ബിൽ അടയ്ക്കാനും പരാതികൾ കൊടുക്കാനും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഓരോ പ്രോഗ്രാം വരുമ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുക്കാനൊക്കെ ഒരിക്കൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. KSEBയുടെ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫിലമെൻറ്റ് ഫ്രീ കേരള അപ്ലൈ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഉടനെ നിങ്ങൾക്ക് LED റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞ ആ പേജിലേക്ക് വരും. ആ LED റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് ഓപ്പൺ ആകും. അവിടെ LED ബൾബുകൾ എത്ര എണ്ണമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് LED ബൾബിൻ്റെ എണ്ണം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വലതുവശത്ത് പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് കൂടി വരും. അങ്ങനെ 5, 10, 20 എണ്ണം വരെ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. CFL തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള എത്ര CFL ഉണ്ടെന്നുള്ള എണ്ണം അവിടെ നിങ്ങൾക്ക് ഇതുപോലെ പ്ലസ് ചെയ്ത് കൂട്ടാവുന്നതാണ്. സാധാരണ ബൾബുകൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു കൊടുക്കാം. അതിൻ്റെ എണ്ണം അവിടെ കാണിക്കാം. അങ്ങനെ നിങ്ങൾ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം കൺഫേം റിക്വയർമെൻ്റ് ഇത് കാണും, അവിടെ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് കൺസ്യൂമർ എന്ന് പറഞ്ഞ് LED റിക്വയർമെൻറ്റ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പേജ് കാണാം. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. ഇത്രയുമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ, KSEB നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന 65 രൂപ, ശരാശരി 65 രൂപ, 55 രൂപ മുതൽ 70 രൂപ വരെ റേറ്റിൽ നിങ്ങൾക്ക് 9 വാൾട്ട് 0 ബൾബ് ലഭിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ഈ പദ്ധതി ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ എനർജി നമുക്ക് ചെലവഴിക്കുന്നത് വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ രാജ്യത്തിനോട്, സമൂഹത്തോട്, നമ്മുടെ വരും തലമുറയോട് ചെയ്യുന്ന വലിയൊരു പുണ്യമായിരിക്കും അതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.